വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സംഭൂജ്യരായ ഗുരുജനങ്ങളെ, 50 കവിതകൾ പ്രകാശനം ചെയ്ത ഈ സുദിനത്തില് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷം. കോട്ടയം, കൊല്ലം, മലപ്പുറം പല ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ സാഹിത്യപ്രേമികളുടെ, കലാസ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് അക്ഷരനക്ഷത്രം. ഈ കവിതയെക്കുറിച്ച് പണ്ട് ആംഗലേയ സാഹിത്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: പോയറ്റ് ഈസ് എ ബോട്ടം ക്രിറ്റിസിസം ഓഫ് ലൈഫ്. കവിത ആഴത്തിലുള്ള ജീവിത വിമർശനമാണ്. പോയറ്റ് ഈസ് എ സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. കവിത മനുഷ്യ മനസ്സിലുള്ള വികാര വിചാരങ്ങളുടെ പ്രവാഹമാണ്. പോയറ്റ് ഈസ് എ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദ ബെസ്റ്റ് ഓർഡർ. ഏറ്റവും നല്ല വാക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ച് അടുക്കി വെക്കുന്നതാണ് കവിത. ഇങ്ങനെ ഒട്ടേറെ നിർവചനങ്ങളുണ്ട് ഈ സാഹിത്യ കവിതകൾ. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിർവചനമാണ് പോയറ്റ് ഈസ് എ ബോട്ടം ക്രിറ്റിസിസം ഓഫ് ലൈഫ്. കവിത ആഴത്തിലുള്ള ജീവിത വിമർശനമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി, ഞാൻ കവിയല്ല, കവിതകൾ എഴുതാനും അറിയില്ല, ആസ്വദിക്കാൻ മാത്രമേ അറിയുള്ളൂ. അറ്റ്ലീസ്റ്റ് കഥകളോ അല്ലെങ്കിൽ യാത്രാവിവരണോ ലേഖനമോ ഓർമ്മക്കുറിപ്പുകളോ ഒക്കെ എഴുതുന്നുണ്ടെങ്കിലും കവിത ആസ്വദിക്കാനും ചൊല്ലാനും എഴുതാനും അതിന് പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം. തീർച്ചയായിട്ടും ആ കഴിവിനെ ഞാൻ നിങ്ങൾ നമിക്കുന്നു. അതില് പിന്നെ സ്പർശിച്ച് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ ഇതിവൃത്തം, ലളിതമായ പദപ്രയോഗങ്ങൾ കൊണ്ട് 50ഓളം കവികള് 50 കവിതകൾ എഴുതിയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ചെറിയ കാര്യമല്ല. കാരണം തലമുറകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പുസ്തകങ്ങൾ. 1000 തലമുറകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പുസ്തകങ്ങൾ. നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാലും ആ അക്ഷരങ്ങൾ നിലനിൽക്കും. വരും തലമുറ 100 വർഷം കഴിഞ്ഞാൽ 200 വർഷം കഴിഞ്ഞാലും മലയാള ഭാഷ ഏത് കാലം വരെ നിലനിൽക്കുന്നുവോ അതുവരെ ആ പുസ്തകങ്ങൾ ലൈബ്രറികളിലും അവിടെ ഇവിടെ ഇരിക്കും. അപ്പൊ നിങ്ങൾ എഴുതി വെച്ച ഒരു അക്ഷരങ്ങളല്ല, തലമുറകൾക്ക് വേണ്ടിയുള്ള അക്ഷരങ്ങളുടെ സ്വത്ത് തന്നെയാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഏറ്റവും പരിശുദ്ധമായ പൂജാമുറി മനുഷ്യ ഹൃദയമാണ്. അത് തിരിച്ചറിയാതെ ഒരു ദേവാലയത്തിൽ പോയിട്ടും പ്രയോജനമില്ല. ഈ ലോകത്ത് ആരെയും എന്തിനേയും വെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒറ്റ ആയുധം മാത്രമേ ഉള്ളൂ, അതാണ് സ്നേഹം. ആ സ്നേഹത്തിന്റെ നൂലുകളിൽ കോർത്ത അക്ഷരനക്ഷത്രം കൂട്ടായ്മയുടെ ഈ 50 കവികൾക്കും ഇത് സംഘടിപ്പിച്ച ചിൽപൊയ്യാറ, പ്രിയങ്ക പവിത്രൻ അടങ്ങുന്ന ആ വലിയ ടീമിനും, അതിനേക്കാളൊക്കെ ഉപരി ഈ മഴക്കാലത്തും ഇതിലേക്ക് എത്തിച്ചേരാൻ സൗമനസ്യം കാണിച്ച നിങ്ങൾ ഒരു സഹൃദയരായ, അങ്ങനെ തന്നെ പറയണം, സഹൃദയർ ഇത്തരം സദസ്സുകളിൽ വ്യക്തിപരമായ പരിപാടികൾ മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിച്ചോടെ എത്തിച്ചേരുകയും ആസ്വദിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് സഹൃദയരാകുന്നത്. സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹൃദയരാണ്. കാരണം ഒരു സാംസ്കാരിക ഇടമാണ്. അപ്പൊ അത്തരം ഒരു വേദിയിലേക്ക്, സദസ്സിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.